ഇന്നത്തെ പത്രത്തിൽ വി.ഡി. സതീശന്റെ ഒരു പ്രസ്താവന കാണാനിടയായി. അത് പണ്ട് പറയുന്നൊരു കഥയില്ലേ, അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു കഥ, അതുപോലത്തതാണ്. അദ്ദേഹം ഇപ്പൊ പറയാണ്, ഈ പറഞ്ഞയാള് വന്നത് ഏതെങ്കിലും സ്ഥാനം വാഗ്ദത്തം ചെയ്തതിന്റെ ഭാഗമായല്ല. ഒരു എം.എൽ.എ. സ്ഥാനവും എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കാമെന്ന് അദ്ദേഹത്തിന് വാഗ്ദത്തം നൽകിയിട്ടില്ല. പൂച്ചു പുറത്തായി. എന്താണ് നടന്നത് എന്നതിന്റെ മറ്റൊരു ഭാഗം വി.ഡി. സതീശൻ പരസ്യമായി പറയുന്ന നിലയാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള അവസരവാദ നിലപാടുകളിലൂടെ നമ്മുടെ നാടിന്റെ പൊതുവായ അന്തരീക്ഷം മാറ്റിമറിക്കാമെന്ന് കരുതേണ്ട. ബോധപൂർവം നമ്മുടെ നാടിനെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയ, അതിന് ആകാവുന്ന എല്ലാം ചെയ്ത അത്തരമൊരാളെ ഒരു പ്രത്യേക ദിവസം ഏറ്റവും വലിയ മഹാത്മാവായി ചിത്രീകരിക്കാൻ വലതുപക്ഷ ക്യാമ്പാകെ ഒരുപെടുന്നത് പറ്റിയ ജാള്യതയുടെ ഭാഗമായി തന്നെയാണ്. ഇവിടെ ഇന്ന് ഒരു പ്രധാന പത്രത്തിന്റെ മിനിറ്റ് പ്രവർത്തനങ്ങളാണല്ലോ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതില് ഇവിടെയുള്ള നേതാക്കന്മാർ മാത്രമല്ല, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ വരെ ഇതിന്റെ ഭാഗമായി ഓടിക്കൂടുന്നതാണല്ലോ കണ്ടത്. വലിയ പങ്കാളിത്തം അവരെല്ലാം വഹിച്ചുകൊണ്ടാണല്ലോ ഇത്തരമൊരു നീക്കം നടന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് എന്ന് ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ആ ആശങ്കയിൽ നിന്നാണ്, ആ വെപ്രാളത്തിൽ നിന്നാണ് ഉടനെ പാണക്കാട്ടേക്ക് പോകാൻ തീരുമാനിച്ചത് എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. അപ്പോ ആ കൂട്ടത്തിൽ ഞങ്ങളെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ചില വാർത്തകൾ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ പറ്റുമോ എന്നാലോചിക്കുകയാണ്. അതിന്റെ ഭാഗമായി മലയാള മനോരമ ഇന്ന് കണ്ടെത്തിയത്, ഞങ്ങള് ഇവിടെ ഒരു വലിയ പരിഹാസ്യമായ ഒരു ഗൂഢാലോചനയും അതിന്റെ ഭാഗമായുള്ള ഒരു കള്ളം മെനയലും നടന്നല്ലോ. ഇ.പി. ജയരാജന്റെ ഒരു ആത്മകഥ പ്രകാശനമെന്ന ഒരു കള്ളം. ഇവിടെ പുസ്തകങ്ങൾ എഴുതിയവരും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കണ്ടവരുമായ ധാരാളം ആളുകളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പുസ്തകം ആ ഗ്രന്ഥകർത്താവ് നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ, ആദ്യം പ്രകാശനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാതിരിക്കുകയുള്ളൂ. ഏതായാലും പരിഹാസ്യമായതാണ്. ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്നില്ല. പരിഹാസ്യമായി അതിന്റെ കള്ളം പെട്ടെന്ന് തന്നെ പുറത്തു വന്നു. ജയരാജൻ തന്നെ അത് വ്യക്തമാക്കി. അതില് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, ആ ദിവസം നോക്കിയാണ് ആ വാർത്ത പുറത്തു വരുന്നത്. ആ വാർത്തയില് ഒരു ഭാഗം ഇവിടുത്തെ സ്ഥാനാർത്ഥി, LDF-ന്റെ സ്ഥാനാർത്ഥി സരിനെ കുറിച്ചായിരുന്നു. സരിനെ സഖാവ് ജയരാജൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നായിരുന്നു. ഇത് പുസ്തകം എഴുതിയത് എപ്പോഴാണ്? സാധാരണ പുസ്തകം എഴുതി പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ അതിനെടുക്കുന്ന സമയം എത്രയാണ്? അപ്പൊ ആ ഘട്ടത്തിൽ സരിൻ എവിടെ എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തതയും വന്നിട്ടില്ലല്ലോ ആ നാടുകളിൽ. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് തലേന്നല്ലാലോ എഴുതി കൊടുക്കുക.
എഴുതേണ്ടത് നേരത്തെയല്ലേ. അപ്പൊ പറയുന്ന കള്ളം എത്രമാത്രം വിശ്വസിക്കത്തക്കതാണ് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. തങ്ങൾക്ക് വേണ്ടതന്നെ അവതരിപ്പിക്കുക. സഖാവ് ജയരാജൻ തന്നെ ആ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി കേൾക്കുന്നതാണ്. ഞങ്ങളെന്ന് പറയുന്നത് CPIM ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ആ വാർത്ത കേട്ട ഉടനെ തന്നെ അതിന്റെ പരിഹാസ്യത ബോധ്യപ്പെട്ടതാണ്. സഖാവ് ജയരാജനടക്കം ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്തു. അതിന്റെ എല്ലാ പരിഹാസ്യതയും ജയരാജൻ തുറന്നു പറഞ്ഞു. ഞങ്ങൾ അതോടുകൂടി പൂർണ്ണമായിട്ട് ഇത് തള്ളി. ഞങ്ങൾ തള്ളിയൊരു കാര്യം മലയാള മനോരമക്ക് ഞങ്ങളെന്തോ അതെടുത്തിട്ട് പിന്നാലെ പോവുകയാണ്, അതിന്റെ മേലെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ്. എന്തിനാണത്? ബോധപൂർവം തെറ്റിദ്ധാരണ നാട്ടിൽ സൃഷ്ടിക്കാൻ. മറ്റൊന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ കെട്ടിച്ചമച്ച് ഉന്നയിക്കാൻ നോക്കുക. ഇതും അതിന്റെ ഭാഗമാണ് എന്ന് നാം കാണുന്നു. ഇതെല്ലാം ഒരുതരം വെപ്രാളത്തിൽ നിന്നാണ്. പാലക്കാട് പോലെ ഒരു മണ്ഡലം തങ്ങൾ കുറെ കാലമായി കയ്യിലിങ്ങനെ സൂക്ഷിച്ചു വരുന്ന ആ മണ്ഡലം കൈവിട്ടു പോകും എന്ന വല്ലാത്തൊരാശങ്കയിലേക്ക് ഇവരെല്ലാം എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് നാം കൃത്യമായി തിരിച്ചറിയുന്നു. ഇവിടെ LDF-ഉം UDF-ഉം കൃത്യമായി നിലപാടുകൾ എന്തു തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചു പോകുന്നതെന്ന് നമ്മുടെ നാടിനാകെ ബോധ്യമുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP നമ്മുടെ നാടിന് നേരെ തീർത്തും വിവേചനപരമായ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. നമുക്കറിയാം, നേരത്തെയുള്ള എല്ലാ ഘട്ടത്തിലും നാടിനെതിരെ കേരളത്തെ പ്രത്യേകമായ കണ്ണോടെ കേരളം പച്ച പിടിക്കാൻ പാടില്ല, ഏതെങ്കിലും തരത്തിൽ തകരണം എന്ന മനോഭാവത്തോടെ കേരളത്തെ ദ്രോഹിക്കുന്ന, കേരളത്തിന് വലിയ തോതിൽ ഉപദ്രവം വരുത്തിവെക്കുന്ന നിലപാടാണ് BJP ഗവൺമെന്റ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ചു വരുന്നത്. ഞാൻ അതിന്റെ മറ്റ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. നമ്മളെല്ലാം അനുഭവത്തിലുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ. നമ്മള് പല രൂപത്തിലുള്ള ദുരന്തങ്ങളാണ് നേരിടേണ്ടി വന്നത്. ആ ദുരന്തങ്ങളിൽ നമുക്ക് സഹായം വേണമായിരുന്നു. കാരണം നൂറ്റാണ്ടിലെ വലിയ പ്രളയമായിരുന്നു 2018 നാം നേരിട്ടത്. നാടങ്ങ് തകർപ്പ് ചെയ്തു. ആ തകർന്നടിയുന്ന കേരളത്തെ നോക്കി എല്ലാവരും സഹതപിച്ചു. നല്ലൊരു നാട് തകർന്നു പോവുകയാണല്ലോ എന്ന വേദനയോടെ അവരെല്ലാം പോയി നോക്കിക്കണ്ടു. സ്വാഭാവികമായും നമ്മെ സഹായിക്കേണ്ടിയിരുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ആ സഹായമുണ്ടായില്ല. സഹായിക്കാൻ തയ്യാറായവരെ മുടക്കുകയും ചെയ്തു. അതെവിടം വരെ എത്തി? സഹായം ഞങ്ങൾ നൽകാൻ തയ്യാറാണ്, നിങ്ങൾ വന്ന് വാങ്ങണം എന്ന് പറഞ്ഞപ്പോ പോയി വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കേർപ്പെടുത്തുന്ന നില വരെ കേന്ദ്ര ഗവൺമെന്റ് എത്തി. ഇങ്ങനെയെല്ലാമുള്ള ഒരുതരം ശത്രുതാപരമായ നിലപാടാണ് നമ്മളോട് സ്വീകരിച്ചത്. അതൊരു ഭാഗം. അതോടൊപ്പം നമ്മുടെ നാടിന്റെ വികസനം എന്നത് സംസ്ഥാനവും കേന്ദ്രവും പങ്കുവഹിച്ചുകൊണ്ട് നടക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം തീർത്തും നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. നമ്മുടെ നാടിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ്. കടുത്ത സാമ്പത്തിക ഞെരുക്കം. നമുക്ക് സാധാരണഗതിയിൽ നൽകേണ്ട വിഹിതം അതിന് വലിയ വെട്ടിക്കുറവ് വരുത്തി.
മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന അവസ്ഥയുണ്ടായി. അതേസമയം ഒരു സംസ്ഥാനത്തിന് എടുക്കാവുന്ന വായ്പയിൽ ആ വായ്പ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനത്തിന് തീരുമാനിക്കാം എത്ര എടുക്കാമെന്ന്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് അതിന് നിബന്ധന വെച്ചു. ആ വായ്പയിൽ പരിധി ചുമത്തി സംസ്ഥാന സർക്കാർ എടുക്കാൻ കഴിയുന്ന വായ്പാ പരിധി വല്ലാതെ ചുരുക്കി. ആ വായ്പയിൽ തന്നെ പിന്നീടും ചുരുക്കം വരുത്തുന്നതിനു വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില മേഖലകളെ ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. അതിലൊന്നായിരുന്നു നമ്മുടെ പെൻഷൻ കമ്പനി. എന്താണ് പെൻഷൻ കമ്പനി എന്ന് പറഞ്ഞത്? കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഓർമ്മയില്ലേ? സാമൂഹ്യക്ഷേമ പെൻഷൻ 2016 ഉണ്ടായിരുന്ന അവസ്ഥ LDF സർക്കാർ 2016 അധികാരത്തിൽ വരുന്നതിന് മുൻപ് ആ സാമൂഹ്യക്ഷേമ പെൻഷൻ UDF അവരുടെ അവസാനകാലം തീരുമാനിച്ചത് 600 രൂപ കൊടുക്കാനായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസാരിക്കുന്നത്. EP ജയരാജൻ വിഷയത്തിൽ അടക്കം പ്രതികരണം. ഈ ജയരാജന് പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രിയുടേത്. വിവാദത്തിൽ ജയരാജന് പൂർണ്ണ പിന്തുണ നൽകുന്നു മുഖ്യമന്ത്രി. ഇന്ന് ചില പത്രങ്ങളിൽ വന്ന വാർത്ത അടക്കം നിഷേധിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത്. ഒരു ഇടവേളയാണ്, മടങ്ങി വരുന്നത്.